കേരളത്തിലെ ഏറ്റവും വലുതും മനോഹരവുമായ തടാകങ്ങളിലൊന്നായ അഷ്ടമുടി തടാകത്തെ കായലുകളിലേക്കുള്ള കവാടം എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് അഷ്ടമുടി കായലിലൂടെ ഒരു തോണിയാത്രയായാലോ? ചുറ്റുമുള്ള പച്ചപ്പ്, തെങ്ങുകൾ, കണ്ടൽക്കാടുകൾ, ഉഷ്ണമേഖലാ സസ്യങ്ങൾ എന്നിവയാൽ തടാകത്തിന്റെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുന്നു. അഷ്ടമുടി തടാകത്തിലെ ശാന്തവും പ്രതിഫലിക്കുന്നതുമായ ജലം മനോഹരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് വിശ്രമത്തിനും പ്രകൃതി ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമായൊരു സ്ഥലമാക്കി മാറ്റുന്നു. ഈ യാത്ര സമൃദ്ധമായ ഭൂപ്രകൃതിയുടെ അതിശയകരമായ കാഴ്ചകൾ ആസ്വദിക്കാനും ജോലി സ്ഥലത്ത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ കാണാനും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വിവിധ പക്ഷിയിനങ്ങളെ നിരീക്ഷിക്കാനും കഴിയും. തോണിയുടെ മൃദുലമായ കുലുക്കവും കായലുകളുടെ അന്തരീക്ഷവും വിശ്രമവും അവിസ്മരണീയവുമായ ഒരു അനുഭവം സൃഷ്ടിക്കുന്നു. അഷ്ടമുടി തടാകം സമ്പന്നമായ വൈവിധ്യമാർന്ന വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ്. ഇത് പ്രകൃതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കും ഒരു സങ്കേതമാക്കി മാറ്റുന്നു. തടാകത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ നിരവധി ഇനം മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, അകശേരുക്കൾ എന്നിവയെ പിന്തുണയ്ക്കുന്നു. ചുറ്റുമുള്ള തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും കിങ്ഫിഷറുകൾ, ഹെറോണുകൾ, എഗ്രറ്റുകൾ, കോർമൊറന്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ തരം പക്ഷികൾക്ക് ആവാസ വ്യവസ്ഥ നൽകുന്നു. അഷ്ടമുടി തടാകത്തിലേക്ക് ഒഴുകുന്ന കല്ലട നദി പ്രശസ്തമായ പേൾ സ്പോട്ട് ഫിഷ് ഉൾപ്പെടെ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രമാണ്. തടാകത്തിന്റെ ജൈവ വൈവിധ്യത്തിൽ നിരവധി ജലസസ്യങ്ങളും കണ്ടൽക്കാടുകളും ഉൾപ്പെടുന്നു. ഇവ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. സൗന്ദര്യം, സമ്പന്നമായ ജൈവ വൈവിധ്യം, സാംസ്കാരിക പ്രാധാന്യം എന്നിവയാൽ അഷ്ടമുടി തടാകം സഞ്ചാരികൾക്ക് സവിശേഷവും സമ്പന്നവുമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു. നിങ്ങളൊരു വിശ്രമയാത്ര ആസ്വദിക്കുകയാണെങ്കിലും, സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ പ്രാദേശിക സംസ്കാരത്തിൽ മുഴുകുകയാണെങ്കിലും, അഷ്ടമുടി തടാകം കേരളത്തിന്റെ കായലുകളുടെ ഹൃദയത്തിലേക്ക് അവിസ്മരണീയമായൊരു യാത്ര വാഗ്ദാനം ചെയ്യുന്നു. മൺട്രോ തുരുത്ത് എന്നും അറിയപ്പെടുന്ന മൺട്രോ ദ്വീപ് അഷ്ടമുടി തടാകത്തിന്റെയും കല്ലട നദിയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ്. ഈ മനോഹരമായ ദ്വീപിന് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് നിവാസിയായിരുന്ന കേണൽ ജോൺ മൺട്രോയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ കായലുകൾ, പച്ചപ്പ്, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയ്ക്ക് പേരുകേട്ട മൺട്രോ ദ്വീപ് കേരളത്തിന്റെ കായലുകളുടെ ശാന്തമായ സൗന്ദര്യം പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് സവിശേഷവും ആഴത്തിലുള്ളതുമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു. മൺട്രോ ദ്വീപ് അതിന്റെ അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. ദ്വീപിന് കുറുകെയുള്ള കനാലുകളുടെയും തടാകങ്ങളുടെയും ജലചാലുകളുടെയും ശൃംഖലയാൽ സവിശേഷമാണ്. തെങ്ങിൻ തോപ്പുകൾ, നെൽപ്പാടങ്ങൾ, പരമ്പരാഗത കേരള വീടുകൾ എന്നിവയാൽ സമ്പന്നമായ ഈ ദ്വീപിന്റെ ഭൂപ്രകൃതി ശാന്തവും മനോഹരവുമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ശാന്തമായ കായലുകൾ പച്ചപ്പിനെയും നീലാകാശത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു മനോഹര കാഴ്ച സൃഷ്ടിക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയായ ഈ ദ്വീപ് പ്രകൃതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കും ഒരു പറുദീസയായി മാറുന്നു. പ്രാദേശിക സമൂഹത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെയും ജീവിത ശൈലിയെയും പ്രതിഫലിപ്പിക്കുന്ന സാംസ്കാരിക പൈതൃകവും പാരമ്പര്യങ്ങളും മൺട്രോ ദ്വീപിൽ നിറഞ്ഞു നിൽക്കുന്നു. തലമുറകളായി പരമ്പരാഗത ജീവിത രീതി സംരക്ഷിച്ച കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കരകൗശല വിദഗ്ധർ എന്നിവരുൾപ്പെടെ നിരവധി സമൂഹങ്ങൾ ഇവിടെ വസിക്കുന്നു. പരമ്പരാഗത സംഗീതം, നൃത്തം, കലാരൂപങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികളും ഉത്സവങ്ങളും ദ്വീപിൽ നടക്കുന്നു. ഓണത്തിന്റെയും വിഷുവിന്റെയും ഊർജ്ജസ്വലമായ ആഘോഷങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ദ്വീപിന്റെ സാംസ്കാരിക ഊർജ്ജസ്വലതയിലേക്കും സമൂഹ ഐക്യത്തിലേക്കും ഒരു നേർക്കാഴ്ച നൽകുന്നു. മൺട്രോ ദ്വീപ് പര്യവേക്ഷണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഒരു കായൽ ക്രൂയിസ് അല്ലെങ്കിൽ കനോ ടൂർ. ഈ ഗൈഡഡ് ടൂറുകൾ സന്ദർശകരെ കനാലുകളുടെയും ജലപാതകളുടെയും സങ്കീർണമായ ശൃംഖലയിലൂടെ കൊണ്ടുപോകും. ഇത് ദ്വീപിന്റെ പ്രകൃതി സൗന്ദര്യത്തിന്റെയും
പ്രാദേശിക ജീവിതത്തിന്റെയും ഒരു സവിശേഷ വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. മന്ദഗതിയിലുള്ള യാത്രക്കാർക്ക് ശാന്തമായ അന്തരീക്ഷത്തിൽ മുഴുകാനും ഗ്രാമീണരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും അനുവദിക്കുന്നു. ഇടുങ്ങിയ കനാലുകളിലൂടെ സഞ്ചരിക്കാൻ പരിസ്ഥിതി സൗഹൃദവും അടുപ്പമുള്ളതുമായൊരു മാർഗം നൽകുന്നതിനാൽ കനോ ടൂറുകൾ പ്രത്യേകിച്ചും ജനപ്രിയമാണ്. പരമ്പരാഗത ഗ്രാമീണ വീടുകൾ, കയർ നിർമ്മാണ യൂണിറ്റുകൾ, നെൽവയലുകൾ എന്നിവ പലപ്പോഴും ടൂറുകളിൽ ഉൾപ്പെടുന്നു. ഇത് കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ആഴത്തിലുള്ള അനുഭവം നൽകുന്നു. സാഹസികത ആഗ്രഹിക്കുന്നവർക്ക് മൺട്രോ ദ്വീപ് വ്യത്യസ്ത താൽപര്യങ്ങൾ നിറവേറ്റുന്ന നിരവധി പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ശാന്തമായ കായലുകളിലൂടെയുള്ള കയാക്കിംഗ് സന്ദർശകർക്ക് സ്വന്തം വേഗതയിൽ ദ്വീപ് പര്യവേക്ഷണം ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ആവേശകരമായ അനുഭവമാണ്. മത്സ്യബന്ധനം മറ്റൊരു ജനപ്രിയ പ്രവർത്തനമാണ്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും അവരുടെ സാങ്കേതിക വിദ്യകളും കഥകളും സന്ദർശകരുമായി പങ്കിടാൻ തയ്യാറാണ്. മൺട്രോ ദ്വീപ് റോഡ് റെയിൽ മാർഗങ്ങളിലൂടെ നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നു. ദ്വീപിൽ നിന്ന് കുറച്ചകലെയുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മൺട്രോ ദ്വീപ് റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊല്ലത്ത് നിന്ന് ബോട്ട് വഴിയും ദ്വീപിൽ എത്തിച്ചേരാം. ഇത് കായലിലൂടെ മനോഹരവും ആസ്വാദ്യകരവുമായ യാത്ര വാഗ്ദാനം ചെയ്യുന്നു. മൺട്രോ ദ്വീപ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ശൈത്യകാലമാണ്. കാലാവസ്ഥ സുഖകരവും പുറം വിനോദങ്ങൾക്ക് അനുയോജ്യവുമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് കനത്ത മഴ പെയ്യുന്നു. ഇത് കായലുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ചില പുറം വിനോദങ്ങൾ പരിമിതപ്പെടുത്തിയേക്കാം. ശാന്തമായ കായലുകൾ, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം എന്നിവയാൽ സമ്പന്നമായ മൺട്രോ ദ്വീപ് സഞ്ചാരികൾക്ക് സവിശേഷവും സമ്പന്നവുമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു. ശാന്തത, സാഹസികത അല്ലെങ്കിൽ പരമ്പരാഗത കേരള ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച എന്നിവ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മൺട്രോ ദ്വീപിൽ ഇതെല്ലാം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനുണ്ട്. ഈ മനോഹരമായ ദ്വീപിലേക്കുള്ള നിങ്ങളുടെ സന്ദർശനം ആസൂത്രണം ചെയ്യുക. കേരളത്തിലെ മറഞ്ഞിരിക്കുന്ന രത്നങ്ങളിൽ ഒന്നായ മൺട്രോ ദ്വീപിന്റെ ശാന്തമായ മനോഹാരിതയിലും ഊർജ്ജസ്വലമായ സംസ്കാരത്തിലും മുഴുകുക. ഹരിയോം. സമ്പോധ് ഫൗണ്ടേഷൻ കൊല്ലത്തിൻ്റെ സമ്പോധാരണ്യം ആശ്രമം വളരെ മനോഹരമാണ്. ഈ ആശ്രമത്തിൽ വന്ന് താമസിക്കുമ്പോൾ അനുബന്ധമായി ബോട്ട് യാത്ര ചെയ്യാം. ബോട്ട് യാത്രയുടെ ഒരു വളരെ ആകർഷകമായ ഘട്ടത്തിലാണ് ഞങ്ങൾ. നമസ്കാരം. സമ്പോധ് ഫൗണ്ടേഷൻ്റെ ആശ്രമം സമ്പോധാരണ്യം കൊല്ലത്തുണ്ട്. അവിടെ വരുന്ന സമയത്ത് അവിടെ വരുന്ന താമസക്കാരെയും കൂട്ടി ഒരു ബോട്ട് യാത്ര പതിവുള്ളതാണ്. അഷ്ടമുടി കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയാണ്. ഇതിലെ വൺ ഓഫ് ദി അട്രാക്ഷനാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ വളർന്നു നിൽക്കുന്ന കണ്ടൽക്കാട്. ഇതിൻ്റെ ചുറ്റും കായലിൻ്റെ നടുക്ക് രൂപപ്പെട്ടിട്ടുള്ള ഒരു കണ്ടൽക്കാടിൻ്റെ ഒരു വനം എന്ന് തന്നെ പറയാം. കുറച്ചു നേരം ആശ്രമത്തിൽ നിന്ന് തോണിയിൽ കയറി വന്നാൽ ഇവിടെ എത്തിച്ചേരും. വിദേശത്തുള്ള പക്ഷികൾ, ദേശാടന കിളികൾ ഇവിടെ വരാറുണ്ട്. റഷ്യ, സൈബീരിയ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പക്ഷികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അങ്ങനെ വളരെ മനോഹരമാണ്. നല്ല സൈലൻസ് ഇവിടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ബോട്ടുകളുടെ ശബ്ദമൊന്നും ഇല്ലെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ കിളികൾ കൂടണയുന്ന ശബ്ദവും സൂര്യൻ്റെ മനോഹരമായ ചിത്രരചനകൾ, കാർമേഘങ്ങളുടെ നിരകൾ കൊണ്ടുള്ള വർണ്ണരാജി തീർത്തിട്ടുള്ള മനോഹരമായുള്ള ദൃശ്യവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവരെയും കൊല്ലത്തുള്ള സമ്പോധാരണ്യം ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ വരുന്നതിനോടൊപ്പം തന്നെ ആത്മശാന്തിക്ക് വേണ്ടുന്ന ജ്ഞാന കാര്യങ്ങളും ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ബാഹ്യമായ സൗന്ദര്യവും ആന്തരിക സൗന്ദര്യവും ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ്. എല്ലാവരെയും
കൊല്ലത്തുള്ള സംബോധാരണ്യ ആശ്രമത്തിലേക്ക് ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഹരിയോം. ഇന്നത്തെ യാത്ര നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയ ചിന്തകളും പുതിയ കാഴ്ചകളുമായി വരുന്നതുവരെ ഇറ്റ്സ് മീ ചിന്തോസ്കി സൈനിങ് ഓഫ്.